പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഞാൻ സുശാന്ത വിജയകുമാർ. ഫേബാസ് വിഷൻ എന്ന ഈ സാക്ഷ്യ സന്ദേശ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്ന ആദ്യ നാളുകളിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില സംഘർഷങ്ങളെക്കുറിച്ചും അതിൽ നിന്നും ഞങ്ങൾക്ക് യേശു കർത്താവിൽ നിന്ന് ലഭിച്ച അത്ഭുത വിടുതലിനെ കുറിച്ചുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം അതിന്റെ 5 വചനത്തിൽ പ്രവാചകൻ പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം അതിന്റെ 40 വചനത്തിൽ നമ്മുടെ കർത്താവായ യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ വെച്ച് മാർത്തയോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, 28 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിശക്തമായ ഈ വചനങ്ങൾ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു വലിയ വിശ്വാസമായി നൽകപ്പെടുകയായിരുന്നു. ഈ അത്ഭുത വചനങ്ങളിലെ അത്യത്ഭുതമായ സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൂർണമായ ഒരു സാധ്യതയെക്കുറിച്ചും ഒപ്പം ഈ വചനത്തിന്റെ വാഗ്ദത്ത നിവൃത്തീകരണം എന്നോണം ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിന് കർത്താവ് നൽകിയ ഒരു അത്ഭുത സൗഖ്യത്തെക്കുറിച്ചും എപ്പോഴും പറയുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ ദേശത്ത് സുവിശേഷ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്ന ആദ്യ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിലും സഭാ പ്രവർത്തനങ്ങളിലുമെല്ലാം ധാരാളം പ്രതികൂലങ്ങൾ വന്നു ഭവിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ആ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിലും കർത്താവിന്റെ അത്ഭുതകരങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ സമാധാനവും ആശ്വാസവും സൗഖ്യവും പ്രത്യാശയും ആത്മീക സന്തോഷവും നൽകിയിരുന്നു. എന്നാൽ തികച്ചും യാദൃച്ഛികമായി ഒരു ക്ലേശം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു ഭവിച്ചു. ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് സ്കൂളിലും ഭവനത്തിലുമെല്ലാം ബോധരഹിതനായി വീഴുവാൻ തുടങ്ങി. പല ദിവസങ്ങൾ ഞങ്ങൾ അവനായി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകൾ പറഞ്ഞു, ഉപവസിച്ചു പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനായി ഉപവസിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചു. എന്നാൽ അപ്പോഴും കുഞ്ഞിന് സൗഖ്യം ലഭിക്കാതിരുന്നതിനാൽ ആ ദിവസങ്ങളിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു കോളേജിലെ പ്രെയർ സെല്ലിൽ ഒരു പ്രശസ്തനായ ദൈവദാസൻ വചനം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായി എത്തിയിരിക്കുന്നതായി അറിയുവാൻ സാധിച്ചതിനാൽ ഞങ്ങൾ അവരെ അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായി കൊണ്ടുപോയി. എന്നാൽ ആ ദിവസം വളരെ യാദൃച്ഛികമായാണ് ഞങ്ങളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ട്, കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കണം. അങ്ങനെ അന്ന് ഞങ്ങൾ അവനെ പ്രാർത്ഥിക്കുവാനായി കൊണ്ടുപോവുകയും ഒപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുകയും ചെയ്തുവെങ്കിലും അപ്പോൾ മുതൽ ഞങ്ങളുടെ ഉള്ളിൽ കുഞ്ഞിന്റെ ഡോക്ടറെ കൂടെ കാണിക്കണം എന്ന ചിന്തയും വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടേഴ്സ് അവന് 12 വർഷം ട്രീറ്റ്മെന്റ് ആവശ്യമാണെന്ന് പറഞ്ഞു. അവന്റെ 15 ദിവസത്തെ ട്രീറ്റ്മെന്റിനായി ഞങ്ങൾക്ക് 1 മാസം ലഭിക്കുന്ന ഫുൾ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടായിരുന്നതിനാൽ 5 ദിവസത്തെ മെഡിസിൻ വാങ്ങി ഞങ്ങൾ മടങ്ങി. ഒരു കുടുംബനാഥന്റെ കയ്യിൽ ഒരു കാശും ഇല്ലാതിരുന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും സ്ഥിതി എന്തായിരിക്കും? അതിനോടൊപ്പം രോഗങ്ങൾ കൂടി വന്നാൽ സത്യത്തിൽ അവർ മാനസികമായും ശാരീരികമായും ക്രമേണ ആത്മികമായും തളർന്നു പോവുക തന്നെ ചെയ്യും. അതെല്ലാം ഞങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി അനുഭവിച്ചറിഞ്ഞു. പക്ഷെ ധനം കയ്യിൽ ഉണ്ടായിരുന്നിട്ടും യാതൊരു വസ്തുക്കൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്നിട്ടും ഞങ്ങളുടെ മുൻകാല ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അസമാധാനത്തിനോളം ഈ കഷ്ടതകൾ ഞങ്ങളെ നിരാശപ്പെടുത്തുകയോ സങ്കടപ്പെടുത്തുകയോ പിന്നിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വന്നതിന് ശേഷവും തുടർച്ചയായി ഇടയ്ക്കിടെ ബോധം നഷ്ടപ്പെട്ട് വീണു പോയിരുന്ന കുഞ്ഞുമായി എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ തളർന്നുപോയി. എന്നാൽ വീണ്ടും ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ആ സമയത്ത് എന്റെ ഭർത്താവ് ഞങ്ങളുടെ ചുവരിലെ കലണ്ടറിലെ ദൈവവചനം ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറഞ്ഞു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ വചനം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ വചനങ്ങൾ ചില മിനിറ്റുകൾ പല പ്രാവശ്യം ഞങ്ങൾ വായിച്ചു. സത്യത്തിൽ ഈ വചനത്തിലൂടെ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിനായുള്ള സൗഖ്യം തന്റെ അടിപ്പിണരുകളാൽ മുന്നമേ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു ആഴമായ വിശ്വാസം ലഭിക്കുന്നതുവരെയും ഞങ്ങൾ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യുകയും ഈ വചനത്തിലെ അത്ഭുത സാധ്യതകളിലേക്ക് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരികയും ചെയ്തു. സ്തോത്രം. ആ സത്യവചനത്തിലെ വിശ്വാസം ആ മണിക്കൂറുകളിൽ ഞങ്ങൾക്കായുള്ള ഒരു വാഗ്ദത്ത വചനമായി, ഒരാശ്വാസമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ സങ്കടവും വിഷമവും അവിശ്വാസവും ഭീതിയും എല്ലാം മാറിപ്പോയി. അന്ന് തന്നെ ഞങ്ങൾക്ക് ആ വിഷയത്തിനായി കർത്താവിന് ഹൃദയത്തിൽ നിന്നും നന്ദി പറയുവാനും സാധിച്ചു. അന്ന് ആ ദിവസം തന്നെ
സകല മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ടു കഴിഞ്ഞിരുന്ന കർത്താവായ യേശുവിന്റെ ക്രൂശിലെ മുറിവുകളാലുള്ള സൗഖ്യം ഞങ്ങളുടെ കുഞ്ഞിനും കൃപയാൽ ലഭിച്ചു. ആമേൻ. ഈ സംഭവം കഴിഞ്ഞിട്ടിപ്പോൾ 28 വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഒരിക്കലും ഇന്നുവരെയും ഞങ്ങളുടെ മകന് ആ അസുഖം വന്നിട്ടില്ല. ഇന്ന് അവൻ തന്റെ ജോലിയോടൊപ്പം ഗോസ്പൽ പ്രീച്ച് ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം ഞങ്ങൾ കുഞ്ഞിന്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചതും യേശുവിനോട് തന്നെയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ആദ്യം സൗഖ്യം വന്നില്ല? അതൊരു ചോദ്യം തന്നെയാണ്. അതിനുള്ള ഉത്തരം ഇതാണ്. ആദ്യം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മറ്റു പല ഓപ്ഷനുകളും വന്നുകൊണ്ടിരുന്നതിനാൽ കർത്താവിൽ നിന്ന് ആദ്യ ദിവസം തന്നെ ഞങ്ങളുടെ കുഞ്ഞിനുള്ള സൗഖ്യം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശരിക്കും യോഗ്യതയുണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവന്റെ സൗഖ്യത്തിനായി ഞങ്ങൾ തുറക്കുവാൻ ശ്രമിച്ച, ആശ്രയം തോന്നിപ്പോയ അവസാനത്തെ വാതിൽ ഞങ്ങൾക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതിനാൽ, ഉപവസിച്ചതിനാൽ അങ്ങനെയുള്ള ഞാൻ, ഞങ്ങൾ എന്നുള്ള എല്ലാ സാധ്യതകളും അസ്തമിച്ചു തുടങ്ങിയപ്പോൾ മാത്രമാണ് പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ മാത്രമാണ് പ്രാർത്ഥനയുടെ ഉത്തരം ഞങ്ങളിലേക്ക് വരുവാനായി ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോയത് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പിന്നെ ഇപ്പോൾ വരെയും അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുവെന്നല്ല, കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ സഹായിച്ചു എന്ന് മാത്രമേ പറയുവാൻ കഴിയൂ. എല്ലാ ബഹുമാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ കർത്താവിന് നൽകുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ ഇന്നുവരെയും കർത്താവ് ഞങ്ങളോട് വിശ്വസ്തനായിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുവാൻ കർത്താവ് ആരെയെല്ലാം സഹായിച്ചുവോ അവരുടെ എല്ലാം ജീവിതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം കാണുന്നുണ്ട് എന്നതും, അവസാനത്തെ വാതിലും ആശ്രയവുമായി യേശുവിങ്കിലേക്ക് നോക്കുന്ന അനേകായിരങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു പുതിയ ജീവനായി, സൗഖ്യമായി ദൈവമഹത്വം നിശ്ചയമായി കാണുന്നുവെന്നതും യാഥാർത്ഥ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 5-ാം വചനത്തിൽ കർത്താവായ യേശുവിന്റെ ക്രൂശിലെ പരമയാഗത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ പ്രവചനം നിവൃത്തിയായ ദിവസത്തിൽ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു വാസ്തവത്തിൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം തകർക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പിതാവായ ദൈവവുമായും മനുഷ്യരുമായുള്ള ഞങ്ങളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ സ്വയം ഏറ്റെടുക്കുകയുമായിരുന്നു. അന്ന് കർത്താവിന് സഹിക്കേണ്ടതായി വന്ന അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആമേൻ. അങ്ങനെ സ്വന്തം ജീവനെ മറുവിലയായി നൽകിക്കൊണ്ട് ഞങ്ങൾക്കായി സൗഖ്യവും സമാധാനവും രക്ഷയും വിലയ്ക്ക് വാങ്ങുകയും അത് ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്ത കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും വീണ്ടും അനുഗ്രഹിക്കട്ടെ. ആമേൻ.